ഇങ്ങനെയൊന്ന് മിക്ക വീടുകളിലും സംഭവിക്കാറുണ്ട്. ഇത് ഒരു നെഗറ്റീവ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അത് ചിന്തിക്കുന്നവർക്ക് ചിലപ്പം പോസിറ്റീവായിട്ട് വരാം. നമ്മളിപ്പം ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, മക്കൾ, മരുമക്കൾ എല്ലാവരും കൂടെ താമസിക്കുന്നു. അപ്പം ഈ വീട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ വസ്തുക്കളുണ്ടല്ലേ, കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം കറണ്ട് നമ്മൾ പവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെന്താണ്, കറണ്ട് ബില്ല് വരുമ്പോൾ ആണെങ്കിൽ എല്ലാവർക്കും കൂടെ ചേർന്ന് അടയ്ക്കാം. അതുപോലെ തന്നെ വെള്ളം നമ്മൾ പൈസയ്ക്കാണ് ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ടാപ്പിൻ്റെ കണക്ഷനാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പൈസ അടയ്ക്കേണ്ടി വരും. അപ്പം ഇത് രണ്ടെണ്ണമാണ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് എന്ന് പറയാം. പിന്നെ ഒന്നത് ഗ്യാസാണ്. ഗ്യാസ് അടുപ്പിൽ നമ്മൾ പാചകം ചെയ്യുന്നു. ഇതിലൊരു അടുക്കും ചിട്ടയും ഇല്ലാതെ, അതായത് കറണ്ടും ഞങ്ങൾ ഉപയോഗിക്കും, വെള്ളവും ഉപയോഗിക്കും, ഗ്യാസും ഞങ്ങൾ ഉപയോഗിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ബില്ല് മാത്രം ഞങ്ങൾ അടയ്ക്കില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ? ഇപ്പോൾ എല്ലാവർക്കും ജോലി ഉണ്ടെങ്കിൽ നമുക്കൊരു ഇത് പറയാം, ഒരു മാസം ഇന്ന ആൾ ഇന്നതിൻ്റെ ബില്ല് അടയ്ക്കട്ടെ, മറ്റാൾ ഇന്നതിൻ്റെ അടയ്ക്കട്ടെ. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും വരുമാനമുണ്ട്, അവിടുത്തെ മകനും വരുമാനമുണ്ട് എന്ന് വിചാരിക്കാം. മരുമകൾക്ക് ചെറിയൊരു ജോലിയുണ്ട് എന്ന് വിചാരിക്കാം. അപ്പം മരുമകൾക്ക് ജോലി ഉണ്ടെങ്കിൽ മരുമകൾ ശമ്പളം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഭർത്താവിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഭർത്താവ് കറണ്ട് ബില്ല് അടയ്ക്കുന്നു, വെള്ളത്തിൻ്റെ ബില്ല് അടയ്ക്കുന്നു, അത് രണ്ടും ചെയ്യുന്നു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഒരു ദിവസം ഗ്യാസ് തീർന്നു എന്ന് വിചാരിക്കുക. അതാരപ്പം അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കും? അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട് അല്ലേ, അവർക്ക് പെൻഷനുണ്ട്, മറ്റ് വരുമാന മാർഗങ്ങളുണ്ട്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഗ്യാസ് ഉപയോഗിക്കുന്നത് വീട്ടിലെ സ്ത്രീകളാണ് അല്ലേ. അപ്പോൾ ആ സ്ത്രീകൾക്കാണ് ഈ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നവും ഉണ്ടാകുന്നത്. അവർ അടുപ്പിനെ ആശ്രയിക്കേണ്ടി വരും, എപ്പോഴും അടുപ്പ് കത്തിക്കാനായിട്ട്. അപ്പം അച്ഛനും അമ്മയും മകനും കൂടെ വാശി വയ്ക്കുകയാണ്, എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ് ഞാൻ തരില്ല, എൻ്റെതാണ്, ഞാൻ തരില്ല, ഇങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് അവിടെ മോശം? ആ കുടുംബത്തിനാണ് മോശം അല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഒരു കുടുംബം എന്നതിന് എന്താണ് അർത്ഥമുള്ളത്? എല്ലാവർക്കും പൈസയുണ്ട്, എല്ലാവരുടെയും കയ്യിൽ പൈസയുണ്ട്. അത് ആവശ്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ആ പണത്തിനുള്ള മൂല്യം? ഒരു മൂല്യമില്ല അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു വിരുന്നുകാർ വരുന്നു. അപ്പോൾ ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ ശരിക്കും നിന്ന് പരുങ്ങും, എന്ത് പറയണമെന്നറിയത്. ഗ്യാസ് തീർന്നെന്ന്, പെട്ടെന്ന് തീർന്നതാണോ? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? കള്ളം പറയാൻ തുടങ്ങും. പിന്നെ അവർക്കൊരു ചായ വെക്കണമെങ്കിൽ അടുപ്പിൻ്റെ പുറകെ പോകണം, പിന്നെ അത് കത്തിച്ച് ചായ വെച്ച് ചിലപ്പോൾ ആ പകുതി ആകുമ്പോഴത്തേക്ക് അവർ പറയും ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പോകും അല്ലേ. കാരണം നമ്മൾ തീർച്ചയായിട്ടും ഈ അടുപ്പിലൊക്കെ ഗ്യാസ് തീർന്നിട്ട് അടുപ്പിലൊക്കെ പെട്ടെന്നൊരു ചായ വെക്കുന്നത് താമസമുള്ളത്. അപ്പം വരുന്നവർക്ക് ഇനി അത് അടുപ്പൊക്കെ കത്തിച്ച് വരുമ്പം താമസിക്കും, വേണ്ട ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങും അല്ലേ. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും ഗ്യാസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഈ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണ്. പക്ഷെ സ്ത്രീകൾക്ക് പറയാണ് ഗ്യാസ് ഉപയോഗിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഞാൻ എൻ്റെ കാശ് തരത്തില്ല എന്ന് ചിന്തിച്ചാലോ? ഒന്ന് നമ്മൾക്ക് ചിന്തിക്കാം, ഇങ്ങനെ കരുതുന്ന സ്ത്രീകളുണ്ടെങ്കിൽ കരുതുക. മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം മറ്റുള്ളവർ കാശ് മുടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെയും കൂടെ ആവശ്യമാണ്, ഞാനാണല്ലോ പാചകം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത് കൊടുക്കാൻ പൈസയുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, അതൊന്ന് കൊടുക്കാം എന്ന് കരുതുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല അല്ലേ. പിന്നെ ചിലർക്ക് വാശിയാണ്, ഞാൻ കൊടുക്കില്ല, വേണമെങ്കിൽ ആവശ്യക്കാരെടുത്താൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ആ വാശിയുമായിട്ട് അങ്ങനെ പോട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. അപ്പം ഇവിടെ ആണെങ്കിൽ എല്ലായിടവും ഉണ്ടല്ലോ ഇപ്പം, 2 കുറ്റിയുണ്ട്, ഇങ്ങനെ നിറച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരെണ്ണം തീർന്നു കഴിയുമ്പോൾ അടുത്തത്
എങ്ങനെയെങ്കിലും നിറച്ച് വെച്ചേക്കും. കാരണം ഇതൊരു അത്യാവശ്യ കാര്യമാണ്. നമുക്ക് പെട്ടെന്നായിരിക്കാം നമുക്കൊരു അത്യാവശ്യം വരുന്നത്. ആ സമയത്ത് ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. പഴയ കാലത്ത് നമ്മൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ മെത്തേഡുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എളുപ്പം അടുപ്പ് കത്തിക്കാനും ആ ഒരു സ്പീഡ് നമുക്ക് അതിലൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്യാസ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴെന്താണ്, പഴയ ആ ഒരു സ്പീഡ് അടുപ്പ് കത്തിക്കുന്നതിനും എടുക്കുന്നതിനും ഒക്കെ ഉള്ളത് കുറഞ്ഞു വരും. പിന്നെ മഴക്കാലമാകുമ്പോൾ അറിയാമല്ലോ, അത് നല്ല വിറകില്ലെങ്കിൽ, നന്നായിട്ട് ഉണങ്ങിയ വിറകില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് കറണ്ടില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം അല്ലേ. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും ചില സ്ത്രീകൾ എന്താണ്, കടുംപിടുത്തം പിടിച്ച് നിന്ന് കളയും. ഇച്ചിരി ബുദ്ധിമുട്ടിയാലും സാരമില്ല, എൻ്റെ കാശ് കളയരുത്, എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകരുത്. അത് ഓരോരുത്തരുടെ മനസ്സല്ലേ. അങ്ങനെ എല്ലാത്തരം ആണുങ്ങൾ വിചാരിക്കും, ഞാനിതിനൊക്കെ മുടക്കുന്നതല്ലേ, അതുകൊണ്ട് ആരാന്ന് വെച്ചാൽ എടുത്തോ, ഞാൻ അനങ്ങത്തില്ല. അതും ഒരു കടുംപിടുത്തം. ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? കറണ്ടായാലും വെള്ളമായാലും ഗ്യാസായാലും ഇതെല്ലാം ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഒരു വീട്ടിലെ എല്ലാവരുമാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ അയലത്തെ വീട്ടുകാരും വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാശികൾ എല്ലാവർക്കും ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എന്താണ്? അപ്പോൾ സ്നേഹം നിറഞ്ഞ അന്തരീക്ഷമാണോ? ഒരിക്കലും അല്ല. അവിടെ വാശി മാത്രം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ്, അല്ലാതെ ഒന്നുമില്ല. അതിനൊരു മാറ്റവും ഇല്ല അല്ലേ. പക്ഷേ എൻ്റെ കഷ്ടപ്പാട് എൻ്റെ വരുമാനം, മറ്റുള്ളവർ കഷ്ടപ്പെട്ടാൽ എനിക്കൊരു പ്രശ്നവുമില്ല. ഇതാണ് പലയിടത്തെയും ചിന്താഗതി. അതുകൊണ്ട് അങ്ങനെയുള്ള വീടുകളിലൊരു സന്തോഷവും സമാധാനമൊന്നും അല്ല, സ്നേഹമൊന്നുമില്ല. എല്ലാം കുറേ അഭിനയങ്ങളും പിന്നെന്താ കുറേ കബളിപ്പിക്കലും എല്ലാമാണ് നടക്കുന്നത്. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അതൊക്കെയാണ് സ്നേഹം? ഇതൊക്കെയാണോ സ്നേഹം? അല്ല. സ്നേഹമെന്ന് പറയുന്നത് നമ്മളത് മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാനുള്ളത് കൂടിയാണ് സ്നേഹമെന്ന് പറയുന്നത്. ശരിയല്ലേ?